ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഉച്ചസ്ഥായിയിൽ ആണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറക്കി നിർത്താൻ സിപിഎം സംസ്ഥാന കമ്മിറ്റിക്ക് ഭയം. മുഖ്യമന്ത്രിയുടെ മുഖം കവർ ചിത്രമാക്കി സംസ്ഥാന പബ്ലിക് റിലേഷൻസ് വകുപ്പ് പുറത്തിറക്കിയ പ്രസിദ്ധീകരണങ്ങൾ പോലും വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുകയാണ്. സർക്കാരിന്റെ പ്രചാരണ പുസ്തകങ്ങൾ മണ്ഡലത്തിൽ വീടുകളിൽ എത്തിക്കാൻ പ്രവർത്തകർക്ക് പ്രാദേശിക സിപിഎം ഘടകങ്ങളുടെ വിലക്കുണ്ട്. സർക്കാരിന്റെ ഇമേജ് മോശമായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനം എടുക്കാൻ പാർട്ടി നിർബന്ധിതമായത് എന്ന് മനസ്സിലാകുന്നു. പിണറായിയെ ഇറക്കി നിർത്തിയാൽ പാർട്ടി നിലം തൊടില്ല എന്നാണ് സംസ്ഥാന കമ്മിറ്റിയിലെ ചില മുതിർന്ന നേതാക്കൾ അവരുടെ വിശ്വസ്തരെ അറിയിച്ചത്. ഇത്രയും ദാരുണമായ ഒരു സാഹചര്യം മുമ്പ് ഒരിക്കലും ദൃശ്യമായിരുന്നില്ല. ഒരു കാലത്ത് വി.എസ്. അച്യുതാനന്ദനെ മുന്നിൽ നിർത്തിയാണ് ഇടതുമുന്നണി വോട്ട് പിടിച്ചത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയത്തും വി.എസിനെ മുന്നിൽ നിർത്തിയാണ് സിപിഎം വോട്ട് തേടിയത്. തന്നെ മുഖ്യമന്ത്രിയാക്കും എന്നായിരുന്നു ഇടക്കാലത്ത് വി.എസിന്റെ പ്രതീക്ഷ. എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെടേണ്ടി വന്നിരുന്നു. മുഖ്യമന്ത്രിയായതോടെ വി.എസിനെ പാർട്ടിയിൽ നിന്നും ചവിട്ടിപ്പുറത്താക്കുന്ന സ്ഥിതിവിശേഷം വന്നുചേരുകയും ചെയ്തു. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്ന പദവി നൽകി അദ്ദേഹത്തെ പിണറായി അപമാനിച്ചു. സെക്രട്ടേറിയറ്റിൽ തനിക്ക് ഓഫീസ് വേണമെന്ന അച്യുതാനന്ദന്റെ ആവശ്യം പോലും പിണറായി നിരാകരിച്ചു. ഇതിന്റെ മാനസിക വിഷമമാണ് അധികം വൈകാതെ അച്യുതാനന്ദൻ രോഗക്കിടക്കയിൽ എത്തുകയും ചെയ്തു. എന്നാൽ വി.എസിന്റെ മകനെ സംരക്ഷിക്കാൻ പിണറായി തയ്യാറായി. അരുൺകുമാറിന് സംസ്ഥാനത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മേധാവിയാക്കി നിയമനം നൽകാൻ സർക്കാർ തീരുമാനമെടുത്തും കഴിഞ്ഞു. അതേസമയം അച്യുതാനന്ദന്റെ പഴയ ശിഷ്യന്മാർ ഇപ്പോഴും പിണറായിക്കെതിരെ സജീവമായി രംഗത്തുണ്ട്. പിണറായിയുടെ ഇമേജിൽ സിപിഎമ്മിന് ആശങ്കയുമുണ്ട്. പിണറായിയും മകളും ചേർന്ന് സംസ്ഥാനത്തെ ജനങ്ങളെ സർക്കാരിനും പാർട്ടിക്കും വിരുദ്ധരാക്കിയെന്നാണ് സിപിഎം സംസ്ഥാന കമ്മിറ്റി കരുതുന്നത്. പൗരത്വ നിയമം ഭേദഗതി ഉൾപ്പെടുത്തിയുള്ള വിഷയങ്ങളിൽ പിണറായി കാണിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് സിപിഎം കരുതുന്നു. കേന്ദ്ര സർക്കാരും ബി.ജെ.പിയുമായി പിണറായിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണം ശക്തമാണ്. ഇതും ഇലക്ഷനെ ബാധിക്കുമെന്ന് പാർട്ടി കരുതുന്നു. എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത്? പാർട്ടിയിലും സർക്കാരിലും മുടിച്ചൂടാമന്നനായിരുന്ന പിണറായിയുടെ ഫോട്ടോ പോലും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടെന്നായിരുന്നു. പിണറായി വിജയൻ പ്രചരണത്തിന് ഇറങ്ങേണ്ടതില്ല എന്ന് രഹസ്യമായി തീരുമാനിച്ചത് സിപിഎം കേന്ദ്ര കമ്മിറ്റിയാണെന്ന് സൂചന. എന്നാൽ ഇക്കാര്യം പരസ്യമായി സമ്മതിക്കില്ല. ചുരുക്കം ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് പിണറായി പ്രചരണത്തിന് എത്തുന്നത്. കൂടുതൽ സമയവും അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട്. പിണറായി പാർട്ടി സെക്രട്ടറിയായ കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന വി.എസിനെ അകറ്റി നിർത്തിയ മാതൃകയിലാണ് പിണറായിയെ എം.വി. ഗോവിന്ദൻ മാറ്റി നിർത്തുന്നത്. പിണറായിയെ പോലെ പ്രവർത്തിക്കാൻ ഗോവിന്ദന് കഴിയാത്തതുകൊണ്ട് ഒളിഞ്ഞും പതുങ്ങിയുമാണ് നീക്കങ്ങളെന്നു മാത്രം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തന്നെ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ അതീവ രഹസ്യമായി ഒരു സർവേ നടന്നിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഇടതിന്റെ സാധ്യതകളാണ് സർവേയിൽ പരിശോധിച്ചത്. തീർത്തും ദയനീയമായ തോൽവിയാണ് സർവേ പ്രചരിച്ചത് എന്നാണ് രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സർവേ നടത്തിയത് സംസ്ഥാന സർക്കാർ സംരംഭങ്ങളുമായി സഹകരിക്കുന്ന ഒരു കാര്യ ഏജൻസിയാണെന്നാണ് കേൾക്കുന്നത്. സർവേയുടെ സംഘാടകർ സിപിഎം ആണ് എന്ന കാര്യം പൂർണ്ണമായി മറച്ചുവെച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കപ്പെട്ടത്. ഇതിൽ അത്ഭുതമില്ല. കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് സർവേകൾ പതിവുള്ളതാണ്. സർവേ റിപ്പോർട്ട് ലഭിച്ച ശേഷം സർക്കാരിന്റെ നിർദ്ദേശാനുസരണം സംസ്ഥാന ഇന്റലിജൻസ് അന്വേഷണം നടത്തി. അതിലും ഇടതുമുന്നണിയുടെ പ്രകടനം തീർത്തും ദയനീയമായിരുന്നു എന്നാണ് തെളിഞ്ഞത്. സർക്കാരിന്റെ മോശം ഇമേജാണ് കാരണമായത്. മുഖ്യമന്ത്രി രംഗത്തിറക്കിയാൽ കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകൾ പോലും കിട്ടാതെ പോകുമെന്ന് സർവേയിൽ നിന്നും മനസ്സിലാക്കിയതോടുകൂടിയാണ് സിപിഎം പിൻവാങ്ങിയത്. യോഗങ്ങൾ പോട്ടെ, സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾക്കൊപ്പം പോലും പിണറായി വിജയന്റെ പടം കൊടുക്കുന്നില്ല. പിണറായിക്കും സമകാലികരായ നേതാക്കൾക്കും പകരം EMS, E.K. നായനാർ, P. കൃഷ്ണപിള്ള തുടങ്ങിയ കളങ്കമേൽക്കാത്ത നേതാക്കളുടെ ചിത്രങ്ങൾ മാത്രമാണ് നൽകുന്നത്.